വർദ്ധിച്ചു വരുന്ന ആ മുടി ഉണ്ടെന്ന് മാത്രമല്ല റബീഉൽ അവ്വലൊക്കെ ആ മുടി പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ വ്യാപക വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ആളുകൾ വെല്ലൂർ പോകാറുണ്ട്. കാന്തപുരം വിചാരിച്ചു ആ വെല്ലൂർ പോകുന്ന ആൾക്കാരെ കാരന്തൂർ മർക്കസിലേക്ക് എത്തിച്ചാലോ. കാന്തപുരമടെ ആദരണീയരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉണ്ടെന്ന് ഇത് അവരെ സിറാജ് പത്രം എഴുതി റബീഉൽ അവ്വൽ 12 പുറത്തെടുത്ത് വെള്ളത്തിൽ മുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. വലിയ വാർത്ത കൊടുക്കൂല, കാരണം നിഷേധം വരില്ലേ. അത് കുറച്ച് കാലം പണ്ടേ സിറാജിൽ വന്നതല്ലേ അറിയും. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന്റെ മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിന്റെ കൃത്യമായൊരു വിശദീകരണം. ഒന്ന് സത്യതാൽ എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോൾ നബിന്റെ മുടിക്ക് ബറക്കത്തുണ്ടെന്ന് പറയുമ്പോൾ നബിന്റെ മുടി കാരന്തൂർ മർക്കസിലുണ്ട് എന്ന് പറയുന്നില്ല. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാള് കാന്തപുരാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ. കൃത്യമായ മറുപടി പറയണ്ടേ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമില്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാ. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളം. ഇപ്പൊ ഒരിക്കൽ വേങ്ങര ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ക്ലാസ്സാ, സംശയം ചോദിച്ചു, കാരന്തൂർ മർക്കസ് റസൂലുള്ളാഹിന്റെ മുടി ഉണ്ട് എന്ന് പറയണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും എന്നാണ്. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 സത്യതല എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് SKSന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിൽ നിന്ന് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയാനാണ് നമ്മൾ. അപ്പൊ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ സീഫൈസ് ഉണ്ട്. സീഫൈസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ്, മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽമാർ. ഒക്കെ സ്വന്തക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് ഉണ്ട്, സീഫൈസ് കൊടുക്കാറുണ്ട്. കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാൽ ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പര് വരുമ്പോൾ മൂപ്പരോട് ചോദിച്ചോളിയായിരുന്നു. ഞാൻ പറഞ്ഞു ഫൈസി അതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവില്ല, എവിടുന്ന് കിട്ടി, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്ക് അതിനെ പറ്റുന്നത്. മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പൊ സീഫൈസിക്ക് ഒരു വിശ്വാസമായി, എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പൊ നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു നാസർ ഫൈസിക്ക് ഒന്ന് വിളിച്ചു നോക്കല്ലേ വെച്ചു. വിളിക്കാറുണ്ട്, വിളിച്ചു വരും തന്നെയല്ലേ, വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുണ്ട്. 10 മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിന്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാനേ അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സീഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഇവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങള്, മോനിപ്പോ എവിടെയുള്ളത്? ഞാൻ കരുവാറുണ്ട് ധാരണ. മാനു മുസ്ലിയാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കണ്, അങ്ങനെ പറഞ്ഞേക്കണ്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിന്റെ ഒരു കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ, എന്നാ വെല്ലൂർ പോകൂലേ? അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ, സുഡാനിൽ പോകൂലേ? അല്ല കശ്മീരിൽ കിട്ടിയ എന്നാ കശ്മീരിൽ പോകൂലേ? അല്ല അബുദാബിന്ന് കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചത് എവിടുന്ന് കിട്ടിയതൊരു ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം? അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ട അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുടിയെന്ന് ഒരു സംശയം വരാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഉസ്താദെ ഏതെങ്കിലും മുജാഹിദിൽ പ്രശ്നമാക്കുമ്പോ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ് ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി, അതിന്റെ സനതുണ്ടോ പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാൽ ഇതായി മുടി ഇന്ന ആളിന്ന് റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു ചിരിച്ചിട്ട് ഭയങ്കര ആളല്ലേ, അല്ല മോനെ എങ്ങനെയാണ് സനത്തിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ സനത്ത് എഴുതി വെച്ചിട്ട് ഫോട്ടോക്ക് ഇപ്പൊ ജസ്റ്റ് എടുത്ത് തന്നൂടെ, ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ പറഞ്ഞു മോൻ അങ്ങനത്തെ ആൾക്കൊരു പ്രശ്നം കൂട്ടിയാൽ നമുക്ക് സനത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി അസ്സലാമു അലൈക്കും ഫോൺ വെച്ചു.
പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ മൂപ്പര് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ചിട്ട് ഓഫീസിൽ നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പൊ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായതാണ്, ഒരു കട്ടുമായിട്ടില്ല. പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവിരുദ്ധം പറയാ, മാന്യതയ്ക്ക് നടക്കാത്ത കാര്യല്ലേ. ഇയാള് പറയാണ് ഫോൺ കട്ടായത്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ, മുജാഹിദ് മോന് ജമാഅത്തിലൊന്ന് വിവാദം ഉണ്ടാക്കിയാണ്ട് അതിന് സനത് കാണാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അവരെത്ര ഹക്ക് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ആളുകളാ. പിന്നെ ഒരു വാജിബിന്റെ ഹറാമിന്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് തബറുക്കിന്റെ പ്രശ്നമാണ്. ഇഷ്ടമുള്ള ആൾക്കാർ തബറുക്ക് എടുത്തോട്ടെ, അല്ലാത്ത ആൾക്കാർ എടുക്കണ്ട, മോൻ അങ്ങനത്തെ ആൾക്കാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിലൂടെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശത്തിന്റെ പേര് പോലും വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കി ആ പേര് പോലും ദുരുപയോഗം ചെയ്ത് ഒരു കെട്ട് മുടി അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാണ് പ്രചരിപ്പിച്ചിരുന്നത്. ഒരൊറ്റ കാര്യം ഓർക്കുക, ആദരണീയരായ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം